നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പദമാണ് അല്ലേ. അതായത് ലിവറിൽ ഫാറ്റ് സെൽസ് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഫാറ്റി ലിവർ 3 സ്റ്റേജസ് ആയിട്ടാണ് മെയിനായിട്ട് കാണുന്നത്. ടൈപ്പ് 1 ഫാറ്റി ലിവർ ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് 3 ഫാറ്റി ലിവറും ഉണ്ട്. ഈ ഫാറ്റി ലിവർ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ LFT എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇതിന് ചെയ്യുന്നത്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഇതിൽ LFT ചെയ്യുമ്പോൾ 2 ഘടകങ്ങളുണ്ട്, SGOT, SGPT. ഇത് രണ്ടും എലിവേറ്റഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ, അത് ഏത് ഗ്രേഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാവും. ഇനി ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ഒക്കെ നമുക്ക് ഡയറ്റിൽ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രേഡ് 3 ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അതിനൊക്കെ മെഡിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഗ്രേഡ് 1 ഫാറ്റി ലിവറിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. മൈൽഡ് ഫാറ്റി ലിവർ ആണ് നിങ്ങൾക്കെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒരു ഗ്രേഡ് 2 ആണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കാം. ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഈ മൈദയുടെ ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. മൈദയെന്ന് പറഞ്ഞാൽ പൊറോട്ട, കേക്ക്, അതുപോലെ മൈദ ഉപയോഗിച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ ഒഴിവാക്കാം. മൈദ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പൊറോട്ടയാണ് അല്ലേ. പൊറോട്ട മാത്രമൊന്നും അല്ല കേട്ടോ മൈദ വെച്ചിട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ വേറെ എന്തൊക്കെ സാധനങ്ങളാണ്, ഭക്ഷണ സാധനങ്ങളാണ് മൈദ വെച്ചിട്ടുണ്ടാക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് ഒരുപാട് ക്വാണ്ടിറ്റി ഫ്രൂട്ട്സും പാടില്ല കേട്ടോ. ഫ്രൂട്ട്സ് ലിമിറ്റഡ് ആയിരിക്കണം. ശരിക്കും ഒരു 75 ഗ്രാം ഫ്രൂട്ടാണ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3 പോർഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഡിന്നറാണ് മെയിൻ പ്രശ്നം. ഡിന്നർ ഒരുപാട് ലേറ്റ് ആയിട്ട് കഴിക്കുന്നവരിൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിന്നർ നേരത്തെ ആക്കാം. ഒരു 8 മണിക്ക് ശേഷം ഒരിക്കലും നിങ്ങൾ ഡിന്നർ കഴിക്കരുത്. 8 മണിക്ക് മുമ്പ് ഡിന്നർ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിന്നർ എപ്പോഴും ലൈറ്റ് ഫുഡാണ് നല്ലത്. ഒരുപാട് ചോറും വലിയ ക്വാണ്ടിറ്റി ചോറും ബാക്കിയുള്ള കറികളും ഒന്നും യൂസ് ചെയ്യരുത് ഡിന്നറിന്. ഡിന്നറിന് ഒന്നെങ്കിൽ ഓട്സ് യൂസ് ചെയ്യാം, റാഗി യൂസ് ചെയ്യാം, ബാക്കിയുള്ള മില്ലറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ യൂസ് ചെയ്യാം. 2 എണ്ണം മാത്രം കേട്ടോ. പലഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വറുത്തതും പൊരിച്ചതൊന്നും അല്ല. കൂടുതൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന എന്തെങ്കിലും ആഹാര സാധനങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ നേരത്തെ ആക്കാം, 8 മണിക്ക് മുമ്പ് ആക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഫാറ്റി ലിവറിന്. പിന്നെ അതുപോലെ സ്പൈസസ് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. സ്പൈസസ് എന്ന് പറയുമ്പോൾ ഈ പച്ചമഞ്ഞളൊക്കെ ഒരുപാട് നല്ലതായി ഫാറ്റി ലിവറിന്. പച്ചമഞ്ഞൾ, ജാതിക്ക, കറുകപ്പട്ട, അയമോദകം, പിന്നെ അതുപോലെ കുരുമുളക്, ഇങ്ങനെയുള്ള നല്ല ജീരകം, ഇതൊക്കെ നല്ല സ്പൈസസ് ആണ്. ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. ഇതെല്ലാം കൂടെ പൊടിപ്പിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ യൂസ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. അത് ബെറ്ററാണ്. പാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫാറ്റി ലിവറുള്ള പലരും എന്നോട് ചോദിക്കാറുണ്ട് പാല് യൂസ് ചെയ്യാവുന്നു. പാല് യൂസ് ചെയ്യാം, പാട മാറ്റാം. പാലിൻ്റെ പാടയിലാണ് കംപ്ലീറ്റ് ഈ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാട മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാൽഷ്യമാണ്, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പാലിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ പച്ചമഞ്ഞളിൻ്റെ പൊടി, അതായത് വീട്ടിൽ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളായിരിക്കണം. കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാല് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കുടിച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി പാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പച്ചമഞ്ഞൾ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കുടിച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചൂടോടെ വേണം യൂസ് ചെയ്യാനായിട്ട്. കോക്കനട്ട് ഉപയോഗിക്കാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഫാറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോക്കനട്ട് മിൽക്ക് അധികം വേണ്ട. കോക്കനറ്റിൽ ഫൈബർ നന്നായിട്ടുള്ളതുകൊണ്ട് റോ കോക്കനട്ട്, ഇപ്പോൾ പുട്ടിലൊക്കെ നമ്മൾ കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ പാല് പിഴിഞ്ഞുള്ള കറികൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഫിഷ് യൂസ് ചെയ്യുവാണെങ്കിൽ ചെമ്മീൻ, ഞണ്ട്, ഇറച്ചി, കൂന്തൽ ഇങ്ങനെയുള്ള ഷെൽ ഫിഷുകൾ ഒഴിവാക്കാം. ബാക്കി ചെറിയ മത്സ്യങ്ങൾ യൂസ് ചെയ്യാം. ബീഫും മട്ടനും ഒഴിവാക്കുക. ചിക്കൻ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാവുന്നതാണ്. ചിക്കൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരുപാട് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് കുക്ക് ചെയ്യാതിരിക്കുക. കറി വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, വർക്കൗട്ട്. നിങ്ങൾ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഫാറ്റി ലിവറും ബാക്കിയുള്ള അസുഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് റിവേഴ്സൽ ആയിട്ട് കിട്ടും. അതൊക്കെ മാറി നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആകുവാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. നിങ്ങൾ വർക്കൗട്ട് ഒന്ന് ചെയ്യുക.
ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കുക. ഒരുപാട് നേരം ജിമ്മിൽ പോയി കുത്തിമറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ബോഡി ടൈപ്പിന് അനുസരിച്ചുള്ള വർക്കൗട്ട്. ഇപ്പോൾ ഒരുപാട് മുട്ടുവേദന കാലുവേദനയൊക്കെ ഉള്ളവരോട് ഓർബിട്രക്ക് ചവിട്ടാൻ പറഞ്ഞാലൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സൂയിറ്റബിൾ ആയിട്ടുള്ള വർക്കൗട്ട് ഇപ്പോൾ നെറ്റിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഏത് തരത്തിലുള്ള വർക്കൗട്ടാണ് നിങ്ങൾക്ക് സൂയിറ്റബിൾ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ വാക്കിംഗ് പറ്റുന്നവർക്ക് വാക്കിംഗ് ആണെങ്കിലും മതി, അതിനൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഒരുപാട് ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട്, ഇപ്പം ഒട്ടും നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇരുന്ന് ചെയറി ചെയ്യാവുന്ന വർക്കൗട്ട്സ് ഉണ്ട്, അത് ചെയ്യാം. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് വർക്കൗട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അധികം ഏജ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സുംബയൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സുംബയൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഒരു ഫണ്ണും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഹോബിയും വർക്കൗട്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്കിപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, സ്വിമ്മിങ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി എന്തെങ്കിലും ഗെയിം ഇഷ്ടമുള്ളവരുണ്ടല്ലോ, ഇപ്പോൾ ബാഡ്മിൻ്റനോ ഫുട്ബോളോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് തരത്തിലാണെങ്കിലും പ്രോബ്ലം ഇല്ല. വർക്കൗട്ട് 45 മിനിറ്റ്സ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വെള്ളം ധാരാളം കുടിക്കുക. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് അത്യാവശ്യമാണ്. ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം, അതായത് മൊബൈൽ, ടാബ് തുടങ്ങിയ ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാട്ടോ. ലൈഫ് സ്റ്റൈലും കൂടെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ഡയറ്റിലെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ വെജിറ്റബിളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എണ്ണയുടെ അളവും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു 3 ടീസ്പൂണിൽ കൂടുതൽ എണ്ണ ഒരു ദിവസം പാടില്ല. അതനുസരിച്ച് വേണം നിയന്ത്രിക്കാനായിട്ട്. ഫാറ്റി ലിവറിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണോ ബെറ്റർ. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. അത് ലിവർ സെൽസിൻ്റെ ഡാമേജിനെയൊക്കെ ഇല്ലാതാക്കുന്നതിന് ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് MCT എന്ന് പറയും, ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ എന്ത് ഓയിലാണെങ്കിലും അളവ് കൺട്രോൾ ചെയ്യുക കേട്ടോ. 3 ടീസ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ, അതിൽ കൂടുതൽ ഒരിക്കലും ആകാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, എന്നോട് എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudhir@gmail.com എന്ന മെയിൽ ID മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.